ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് നിങ്ങൾക്ക് ഈ ചൊല്ലുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതിയാൽ അവൻ്റെ ഈമാൻ തന്നെ പ്രകാശിക്കും. അതുവഴി നമുക്ക് നാളെ ആഖിറത്തിലേക്ക് വലിയൊരു ഗുണമായി മാറും എന്നുള്ളതാണ്. ഒരു ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. അതിന് ഈമാൻ വേണമെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയെങ്കിലും ഇത് ഓതി തുടങ്ങണം. ഓരോ ദിവസം എല്ലാവിധ റവാത്തിബ് സുന്നത്തുകളിലും അതുപോലെ തന്നെ മുമ്പും ശേഷവും ഫർള് നിസ്കാരങ്ങളിൽ മുമ്പും ശേഷവും ഒക്കെ ഇത് ഓതണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് 200 തവണ ഇതുപോലെ തന്നെ മുമ്പും ശേഷവും ഫർള് നിസ്കാരങ്ങളിലും അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളിലുമായി ചെല്ലുകയാണെങ്കിൽ സിഹിർ, കണ്ണീർ പോലത്തെ മാരകമായ വിഷാംശങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമെന്നുള്ളതാണ്. ഇത് വെറുതെ ചൊല്ലിയാൽ മാത്രം പോരാ, ഇതിനോടുള്ള ആഗ്രഹവും നമ്മുടെ മനസ്സും എല്ലാം ശരീരവും മുഴുവൻ അതിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മുടെ നിയ്യത്ത് തന്നെ നന്നായിരിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, തീർച്ചയായിട്ടും നിന്റെ അമലുകൾ നീയത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ ആദ്യം തയ്യാറാക്കേണ്ടത് നിന്റെ നീയത്താണ്. എനിക്ക് ഹജ്ജ് ചെയ്യാൻ പോകണം എന്നുള്ള നീയത്ത് ആദ്യം തന്നെ ശരിയായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആഗ്രഹം ഹജ്ജ് ചെയ്യുക എന്നുള്ള ആഗ്രഹം പൂവണിയാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ ദുൽഹിജ്ജ 1 മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ദുൽഹിജ്ജ 10 വരെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിർത്താനും ഇത് നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.